ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു എസ്തെറ്റിക് ഫോട്ടോ ഫ്രെയിം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഭയങ്കര ഈസി ആടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഷോട്ട് ആപ്പ് എടുക്കുക, അത് ഓപ്പൺ ചെയ്യുക കേട്ടോ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കൊളാഷ് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രിഡിൽ പോവുക. ഫസ്റ്റത്തെ ഓപ്ഷനാണ് കേട്ടോ ഗ്രിഡ്, അതിൽ പോവുക. അത് മുകളിൽ കണ്ടോ എഴുതിയിട്ടുള്ളത് 1 മുതൽ 20 വരെയുള്ള ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലൊരു ടിക്ക് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഇങ്ങനെ ഫോട്ടോസായി കിട്ടും. ഇനി ഇത് നമുക്ക് ലേ ഔട്ട് നോക്കാം. താഴെയുള്ള ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് പല ലേ ഔട്ടുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ അതിൽ ഈ രണ്ടാമത്തെ ലേ ഔട്ടാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യുക പറഞ്ഞാൽ ഫോട്ടോസും ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ മുഖം കാണില്ല, കാല് കാണില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ലേഔട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ. ബേബിയുടെ ഫേസൊക്കെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബോർഡറിൻ്റെ നേരായിട്ട് ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ താഴെ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സൈസ് ഒന്ന് റെഡിയാക്കാനാട്ടോ. അപ്പോൾ ഞാൻ ഈ 4:5 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈസ് എടുത്തിട്ട് സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫിൽറ്ററിൽ പോകണം. ഫിൽറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതൊരു കളർ തീമാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ടുള്ളത് അധികം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു ആൻറ്റിക് ഫിൽറ്റർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ക്ലിയർ കുറച്ചിട്ട് അത്ര തന്നെ കളർ വേണ്ടാന്ന് കരുതിയിട്ട് ആ ഒരു കളർ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് എക്സ്പോർട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഗാലറി സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ പോയാൽ പിന്നെ നമുക്ക് ഫോട്ടോയിൽ പോവുക. ഫോട്ടോയിൽ പോയിട്ട് നമ്മൾ ആദ്യം കൊളാഷ് എടുത്തിട്ടുള്ളത്, ഇനി സെക്കൻഡ് നമുക്ക് ഫോട്ടോയിൽ പോയിട്ട് ന്യൂ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഗാലറിക്ക് പോകും. ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് വലിയ പിക്കായിട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ അതെടുക്കുക. അതെടുത്തതിന് ശേഷം താഴെ ഇത് കട്ടൗട്ടിൽ പോവുക. കട്ടൗട്ടിൽ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഗ്രീൻ മാർക്ക് കാണുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ടുണ്ടാവും. ഇനി എന്നാലും അവിടെ ഇവിടെയും ചിലതൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ എറേസിൽ പോയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഈ നാലാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സ്ട്രോക്ക് കൊടുക്കാനാണ്. ഈ ഫോട്ടോക്ക് ഇതേപോലെ ഒരു ബോർഡർ കൊടുക്കാനാട്ടോ. അതിലേതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ആ ഒരു തിക്നെസ് കുറക്കാനും ബോർഡറിൻ്റെ തിക്നെസ് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. മുകളിൽ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ബാക്കിലോട്ട് പോവുക. ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ പേജ് തന്നെ എടുക്കണം. ന്യൂ പേജ് എടുക്കുക. നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ ഒരു പേജിലോട്ട് ആഡ് ചെയ്യുക. അങ്ങനെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് വൺ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് കുറച്ച് സൈസ് വലുതാക്കി കൊടുക്കുക. അതിൻ്റെ ഒരു ഈ താഴെ ഭാഗത്തുണ്ടാവും, ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കത് ഇങ്ങനെ വലുതാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സംതിങ്ങില്ലേ, എന്തോ ഒരു ബോർ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് താഴെ ഭാഗത്ത് ക്രോപ്പിൽ പോയിട്ട് താഴെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചൊരു ബോറില്ലാതെ നല്ല രീതിയിൽ കിട്ടും തോന്നിയിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. നിങ്ങളെടുക്കുന്ന ഫോട്ടോ അതുപോലെ ഒരു ബോറായി തോന്നുവാണെങ്കിൽ മാത്രം ക്രോപ്പ് ചെയ്യേണ്ട ഭാഗം മാത്രം ക്രോപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഇത് ഞാൻ മുകളിൽ എക്സ്പോർട്ട് കൊടുക്കുന്നുണ്ട് ക്ലിയർ ആക്കിയിട്ട്. അപ്പോൾ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇൻഷോട്ട് വേണ്ട, നമുക്ക് ക്യാൻ വേണ്ടത്. ക്യാൻ ഓപ്പൺ ചെയ്യുക. നമുക്ക് ആ ഒരു സെർച്ച് ബാറിൽ A4 ബ്ലാങ്ക് പേജ് എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ബ്ലാങ്ക് പേജ് കിട്ടാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ഇത് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ 1-2 എലമെൻറ്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിലൊരു ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് അതിൽ ഓരോ എലമെൻറ്റ്സിലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഡിലീറ്റിൻ്റെ ഒരു ബോക്സ് വരും, അതിൽ പോയിട്ട് ഡിലീറ്റ് ആയി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു A4 പേജ് ബ്ലാങ്ക് ആയിട്ട് കിട്ടും. ഇനി ഗാലറിയിൽ പോയിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് A4 സൈസിൽ നമുക്ക് ഫ്രെയിം ചെയ്യാനാണ്. നിങ്ങൾക്ക് A6 ആണ് ഏതാ ഫ്രെയിം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചാണ് നിങ്ങൾ ഈ ഒരു ക്യാൻവയിൽ പോയിട്ട് സെർച്ച് ബാറിൽ A4 ആണെങ്കിൽ A4 ബ്ലാങ്ക് പേജ്, അല്ലെങ്കിൽ A3 അല്ലെങ്കിൽ A6 അങ്ങനെ പേജ് എടുക്കുക. ഇനി നമുക്ക് താഴെ T എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ആഡ് ഹെഡിങ്ങിൽ പോകുക, അല്ലെങ്കിൽ ഇത് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ ഫോൺസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. ഞാനിത് ന്യൂ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പേജിലോട്ട് വരും. ഇതിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കാം. ഇപ്പോൾ ബർത്ത്ഡേ ഫ്രെയിം ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ, ആനിവേഴ്സറി, ബർത്ത്ഡേ ഇതിനൊക്കെ പറ്റിയ നല്ലൊരു എസ്തറ്റിക് ഫ്രെയിം ആട്ടോ ഇത്. ഇപ്പോൾ ആനിവേഴ്സറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോസുകളൊക്കെ താഴെ ആഡ് ചെയ്തിട്ട് പാസ്റ്റ് ആഡ് ചെയ്തിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫോട്ടോ അതുപോലെ വലുതാക്കിയിട്ട് വെച്ച് കൊടുത്താൽ അങ്ങനെ ചെയ്യാം. ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വയസ്സായ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ചെയ്ത് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് മുതൽ 11 മന്ത് വരെയുള്ള ഫോട്ടോസുകളൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ 1 ഇയർ ആയതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് വലുതാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് സെറ്റ് ആയതിന് ശേഷം ഇതേ മുകളിൽ നമുക്ക് താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗാലറിക്ക് അത് സേവ് ആവും ഈ ഒരു ഫോട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയായി ചെയ്യാനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കൊണ്ട് കുറച്ച് ലെങ്തി വീഡിയോ എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ട്രൈ ആക്കുക. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ടാറ്റാ ബൈ ബൈ.